ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 6, 8 ഡിഫിക്കൽട്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്ഥിരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് പി എസ് സിയുടെ ലേ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ. ഈ ലേ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻസ് ഒരുപാട് തവണ പല പരീക്ഷകൾക്കായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ HSAക്ക് നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ലേ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ലേ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ പറയുന്നതെന്ന് പറയുന്നത് ഒരു സന്തുലനാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തു, അതായത് ഒരു സിസ്റ്റം എ പ്ലസ് ബി ഇക്വിലിബ്രിയം സി പ്ലസ് ഡി. അപ്പൊ ഈ ഒരു സിസ്റ്റം വളരെ സന്തുലനമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് അതിന്റെ ഗാഢതയൊക്കെയോ അല്ലെങ്കിൽ ഇതിന്റെ താപനിലയിലോ അല്ലെങ്കിൽ ഇതിന്റെ മർദ്ദത്തിനോ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ സിസ്റ്റം അതിനെ എതിർക്കാൻ നോക്കും. ഞാൻ ഗാഢതയിൽ കൂട്ടാൻ നോക്കിയാൽ സിസ്റ്റം അതിനെ എതിർക്കുന്നത് എങ്ങനെയായിരിക്കും? ഗാഢത കുറച്ചുകൊണ്ടായിരിക്കും. ഞാൻ മർദ്ദം കൂട്ടാൻ നോക്കിയാൽ സിസ്റ്റം മർദ്ദം കുറയ്ക്കാൻ നോക്കും. ഞാൻ മർദ്ദം കുറയ്ക്കാൻ നോക്കിയാലോ സിസ്റ്റം മർദ്ദം കൂട്ടാൻ നോക്കും. അപ്പൊ ഇതാണ് ലേ ഷാറ്റ്ലേസ് സിദ്ധാന്തം പറയുന്നത്. ഒരു സന്തുലനാവസ്ഥയിൽ ഇരിക്കുന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ അതിന്റെ ഗാഢതയ്ക്കോ ടെമ്പറേച്ചറിനോ മർദ്ദത്തിനോ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ ആ സിസ്റ്റം തന്നെ ആ മാറ്റത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്നു. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇക്വിലിബ്രിയം എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും. നമ്മൾ പ്രഷർ കൂട്ടുമ്പോൾ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ നോക്കും. നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ സിസ്റ്റം കോൺസെൻട്രേഷൻ കുറയ്ക്കാനായിട്ട് നോക്കും. നമുക്കൊരു ഉദാഹരണം നോക്കാം. മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് കോണ്ടാക്ട് പ്രോസസ്സ് എന്നാണ്. കോണ്ടാക്ട് പ്രോസസ്സിൽ എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ ലേ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. 2SO2 പ്ലസ് O2 ഇക്വിലിബ്രിയം 2SO3. ഇതൊരു താപമോചിത രാസ പ്രവർത്തനമാണ്. -192.5 കിലോ ജൂൾ. നോക്കൂ, 2 മോൾ SO2വും 1 മോൾ O2വും കൂടെ ചേർന്ന് 2 മോൾ SO3 തന്നു. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഹീറ്റ് റിലീസ് ചെയ്യുന്നു, താപം മോചിപ്പിക്കുന്നു. അതുപോലെ തന്നെ 2 SO2 O2 കൂടെ ചേർന്ന് എന്താണ്, അതായത് 3 മോളിക്യൂൾസ് ചേർന്ന് 2 മോളിക്യൂൾസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ SO2നെ ഞാൻ ആഡ് ചെയ്യുകയാണ്. SO2ന്റെ അഡീഷൻ ആണ്. അതായത് SO2നെ ഞാൻ എന്ത് ചെയ്യാണ്? SO2നെ ഞാൻ ആഡ് ചെയ്യുന്നു, അതായത് കോൺസെൻട്രേഷൻ SO2ന്റെ കൂട്ടുന്നു. അപ്പൊ SO2ന്റെ കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ എന്താണ് സിസ്റ്റം ചെയ്യാൻ ശ്രമിക്കുന്നത്? SO2ന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കണം. അപ്പൊ ഈ ഒരു റിയാക്ഷൻ മുമ്പോട്ട് നടന്നാലാണോ SO2ന്റെ റിയാക്ഷൻ എന്താണ് ഇത് കൂടുന്നത്, SO2ന്റെ കോൺസെൻട്രേഷൻ കൂടുന്നത്, അതോ ബാക്കിലോട്ട് നടന്നാലാണോ? നോക്കൂ, SO2വും O2വും കൂടെ ഫ്രണ്ടിലേക്ക് വന്നാൽ, അതായത് ഇക്വിലിബ്രിയം ഫോർവേഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അവിടെ SO3 ആണ് ഉണ്ടാവുന്നത്, SO2 ഉണ്ടാവുന്നില്ല. നേരെ മറിച്ച് ബാക്ക്വേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഇവിടെ SO2 ഉണ്ടാവും. ദാറ്റ് മീൻസ് SO2ന്റെ ഗാഢത കൂടും. അപ്പം ഞാൻ SO2നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മുടെ റിയാക്ഷൻ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ഫ്രണ്ടിലോട്ട്. SO2നെ കുറയ്ക്കുന്ന മാർഗം SO3 ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ SO3 ഉണ്ടാവും. അപ്പോൾ SO2ന്റെ ഗാഢത കുറയും. അപ്പോൾ നമ്മൾ SO2നെ കൂട്ടാൻ നോക്കുമ്പോൾ സിസ്റ്റം SO2നെ കുറയ്ക്കുന്നത് എങ്ങനെയാണ്? SO2 ഉണ്ടാവാത്ത വഴിയിലൂടെ എന്ന പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ്. ഇനി ഞാൻ O2നെ കൂട്ടിയാലോ? ഓക്സിജനെ കൂട്ടുമ്പോൾ സിസ്റ്റം ഓക്സിജനെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. അവിടെയും എന്താണ്, ഞാൻ O2നെ ആഡ് ചെയ്യുമ്പോഴും SO2നെ ആഡ് ചെയ്യുമ്പോഴും ഇക്വിലിബ്രിയം ഫോർവേഡ് ആയിട്ട് പോകും. നേരെ മറിച്ച് നമ്മൾ SO3 ആഡ് ചെയ്തു. SO3 ആഡ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം SO3യെ കുറയ്ക്കാനായിട്ട് നോക്കും. SO3യെ കുറയ്ക്കണമെങ്കിൽ SO3 ഉണ്ടാവാത്ത പാതയിലൂടെ റിയാക്ഷൻ നടക്കണം. ദാറ്റ് മീൻസ് ബാക്ക്വേർഡിലേക്ക്, പുറകിലേക്ക് പോകണം. സോ ഇതാണ് നമ്മളുടെ ലേ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ലേ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിളിലെ പ്രഷറിന്റെ നമ്മൾ കോൺസെൻട്രേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ടെമ്പറേച്ചർ നോക്കാം. ഊഷ്മാവ്
അപ്പൊ നോക്കിക്കേ, ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം താപമോചിത റിയാക്ഷൻ ആണ്. അപ്പൊ ഞാൻ ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കിയാൽ സിസ്റ്റം എന്ത് ചെയ്യും? ആ ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും. അപ്പൊ ഈ ഫ്രണ്ടിലേക്ക് പോകുന്ന റിയാക്ഷൻ ശരിക്കും ഹീറ്റ് ഉണ്ടാവുകയാണ്, അവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പൊ ഞാൻ ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കിയാൽ സിസ്റ്റം ടെമ്പറേച്ചർ കുറയ്ക്കേണ്ട ഭാഗമായിട്ട് ഫ്രണ്ടിലേക്ക് നടക്കുന്ന റിയാക്ഷൻ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ ബാക്കിലേക്ക് നടക്കുന്നത് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കിയാൽ, ദാറ്റ് മീൻസ് നെഗറ്റീവ് ആക്കാൻ നോക്കിയാൽ അവൻ തിരിച്ച് ബാക്ക്വേർഡിലേക്ക് പോകും. എന്താണ്, ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് നോക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? റിയാക്ഷൻ ബാക്ക്വേർഡിലേക്ക് എന്ത് ചെയ്യും? നടക്കും. ഓക്കെ, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ഓക്കെ, അതുപോലെ തന്നെ കാറ്റലിസ്റ്റിന്റെ ഒരു ഉപയോഗം എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു എഫക്റ്റും, ഞാനൊരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നു, ഉൾപ്രേരകം ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് എന്ത് സംഭവിക്കും? ഉൾപ്രേരകം ആഡ് ചെയ്താൽ ഒരു മാറ്റവും സംഭവിക്കില്ല. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഒരു മാറ്റവും സംഭവിക്കില്ല. ഉൾപ്രേരകം ആഡ് ചെയ്താൽ ഒരു മാറ്റവും സംഭവിക്കില്ല. ഒരു മാറ്റവും നമുക്ക് സംഭവിക്കില്ല. അപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടി, കോൺസെൻട്രേഷൻ കുറച്ചു, അപ്പൊ അതിനനുസരിച്ചായിട്ട് വരും. ടെമ്പറേച്ചർ കൂട്ടിയാൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഡെൽറ്റ എച്ച് പോസിറ്റീവായ വഴികളിലൂടെ സഞ്ചരിക്കും. ടെമ്പറേച്ചർ കുറച്ചാലോ, ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് ഡെൽറ്റ എച്ച് നെഗറ്റീവ് വരുന്ന വഴിയിലേക്ക് സഞ്ചരിക്കും. ഓക്കെ, ഇനി മർദ്ദം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. മർദ്ദം, ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്? മർദ്ദം കൂട്ടുകയാണ്. മർദ്ദം കൂട്ടുമ്പോൾ റിയാക്ഷൻ നടക്കുന്ന ഏത് വഴിയായിരിക്കും എന്നറിയാമോ? മോളിക്യൂൾസ്, ഗ്യാഷ്യസ് മോളിക്യൂൾസിന്റെ എണ്ണം കുറവുള്ള ഭാഗം എവിടെയാണോ അവിടേക്ക് സന്തുലിതാവസ്ഥ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, എക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ പ്രഷർ കൂട്ടാൻ നോക്കിയാൽ മോളിക്യൂൾസ് കുറഞ്ഞ ഭാഗത്തേക്ക്, ഇവിടെ 2 SO2 മൊത്തം 3 ഉണ്ട്, ഇവിടെ പ്രോഡക്റ്റ് സൈഡിൽ 2 ഉണ്ട്. അപ്പം ഞാൻ പ്രഷർ കൂട്ടിയാൽ എന്ത് ചെയ്യും? റിയാക്ഷൻ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ഫോർവേഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എവിടെ? മോളിക്യൂൾസിന്റെ എണ്ണം കുറവുള്ളത്. അപ്പം നമ്മൾ മർദ്ദം കൂട്ടിയാൽ എന്താ സംഭവിക്കുക? ലെസ്സർ നമ്പർ ഓഫ് ഗേഷ്യസ് മോൾസ് ഉള്ള ലെസ്സർ നമ്പറിലേക്ക് രാസപ്രവർത്തനത്തിന്റെ സന്തുലിതാവസ്ഥ ഷിഫ്റ്റ് ചെയ്യുന്നു. മർദ്ദം കുറച്ചാൽ കൂടുതൽ മോൾസ് ഉള്ള ഭാഗത്തേക്ക് റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുപോലെ ഇനി അടുത്തതാണ് നമ്മുടെ ഇനേർട്ട് ഗ്യാസ്, ഉത്കൃഷ്ടവാതകം. ഉത്കൃഷ്ടവാതകം ആഡ് ചെയ്യുന്നു. സന്തുലനാവസ്ഥയിൽ ഇരിക്കുന്ന സിസ്റ്റത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ഉത്കൃഷ്ടവാതകം ആഡ് ചെയ്യാണ്. അത് 2 കേസ് ഉണ്ട്. അറ്റ് കോൺസ്റ്റന്റ് വോളിയം, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഉൾപ്രേരകം ആഡ് ചെയ്താൽ സന്തുലനാവസ്ഥയിൽ ഒന്നും മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടേക്കോ ഷിഫ്റ്റ് ചെയ്യുന്ന ഇക്വിലിബ്രിയത്തെ ഒട്ടും ബാധിക്കുന്നില്ല. നേരെ മറിച്ച് ഉത്കൃഷ്ടവാതകം കോൺസ്റ്റന്റ് വോളിയത്തിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അവർ പറയും ഇന്ന നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഹീലിയം കോൺസ്റ്റന്റ് വോളിയത്തിൽ ഈ ഒരു സന്തുലനാവസ്ഥയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത്? ഒരു മാറ്റവും കൊണ്ടുവരില്ല. നേരെ മറിച്ച് മർദ്ദം കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് നിങ്ങളുടെ ഉത്കൃഷ്ടവാതകം ആഡ് ചെയ്താൽ എവിടെയാണോ, ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ, എവിടെയാണോ കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് ഉള്ളത് അവിടേക്ക് എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. അതായത് നിങ്ങളിപ്പോൾ നോക്കിക്കേ, ഇവിടെ SO2 O2 2 SO2 O2 ഇവിടെ 3 എണ്ണം ഉണ്ട്. സോ ഇവിടെയാണ് മോൾസിന്റെ എണ്ണം കൂടുതൽ. ഞാനപ്പോൾ ഒരു ഹീലിയം ഗ്യാസിനെ കോൺസ്റ്റന്റ് മർദ്ദത്തിൽ ആഡ് ചെയ്താൽ ഇക്വിലിബ്രിയം ബാക്ക്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇതാണ് ലേ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു റിയാക്ഷൻ തന്നിട്ട് ലേ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിളിന്റെ ഇതിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ
ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ഉൽപ്പന്നം പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഉൽപ്പന്നം പ്രഡിക്ഷൻ. ഉൽപ്പന്നം പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. ബെൻസീൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ബെൻസീൻ്റെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ബെൻസീനിലേക്ക് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും HNO3, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, H2SO4 ആഡ് ചെയ്യുന്നു. 340 350 കെൽവിനിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും? എന്ത് കിട്ടും? ബെൻസീനിലേക്ക് SO4ഉം HNO3 ഉണ്ടെങ്കിൽ ഇത് നൈട്രേറ്റിംഗ് മിക്സ്ചർ ആണ്. സോ നൈട്രോ ഗ്രൂപ്പ് ആണ് ഇൻട്രൊഡ്യൂസ് ആവുന്നത് ബെൻസിലേക്ക്. NO2 പേരും അറിഞ്ഞിരിക്കുക, നൈട്രോ ബെൻസീൻ. ചിലപ്പം ഈ ഫോർമുല ആയിരിക്കില്ല ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിൽ വരുന്നത്, നൈട്രോ ബെൻസീൻ എന്ന് തന്നെയായിരിക്കും. നേരെ മറിച്ച് ബെൻസീനിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? SO3H, ബെൻസീനിലേക്ക് SO3H ഫോം ചെയ്യും. അത് ബെൻസീൻ സൾഫോണിക് ആസിഡ് ആണ്. ബെൻസീൻ സൾഫോണിക് ആസിഡ്, ബെൻസീൻ സൾഫോണിക് ആസിഡ്, ബെൻസീൻ സൾഫോണിക് ആസിഡ്. അടുത്തത് ബെൻസീനിലേക്ക് CH3Cl ആഡ് ചെയ്യുന്നു. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയും. ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിലേ ഇത് നടക്കൂ. അപ്പോൾ എന്ത് ചെയ്യും? ബെൻസീനിലേക്ക് ആൽക്കൈൽ ഗ്രൂപ്പായ CH3 ഇൻട്രൊഡ്യൂസ് ആവും. ഇതിന് പറയുന്ന പേരാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഇത് പഠിക്കുമ്പോൾ ചോദിക്കാൻ ഒരു സാധ്യത എന്ന് പറയുന്നത് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? AlCl3. AlCl3 ആണ് എന്താണ് നമ്മളുടെ ഉൾപ്രേരകമായിട്ട് യൂസ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഇതേ ബെൻസീനെ CH3COCl, അതൊരു ആസിഡ് ക്ലോറൈഡ് ആണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ആൻഹൈഡ്രസ് ആയിട്ടുള്ള AlCl3 അലുമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? COCH3 ഇൻട്രൊഡ്യൂസ്ഡ് ആവും. അസറ്റോഫീനോൺ ആണിത്. ഇത് നോക്കുക, അസറ്റോഫീനോൺ. ചിലപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് അസറ്റോഫീനോൺ കണ്ടുപിടിക്കാനൊക്കെ പറയാം. ഇത് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആണ്. ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ബെൻസീനിലേക്ക് ക്ലോറിനേഷൻ നടത്തുന്നത്. ബെൻസീനിലേക്ക് സൺലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സൂര്യപ്രകാശത്തിന്റെ പ്രസൻസിൽ ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിന്റെ പേരാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഒക്കെ ചോദിക്കാം, ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. ഇതിന്റെ സ്ട്രക്ചർ കൂടെ പഠിക്കാം. ഇത് BHC എന്ന് പറയും. അപ്പോൾ സൺലൈറ്റിന്റെ പ്രസൻസിൽ ബെൻസീനിലേക്ക് ക്ലോറിനെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്, BHC. എന്താണ് BHC എന്ന് ചോദിക്കാം. സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കാം. HCl 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 HCl. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് എന്ന് പറയും. അപ്പോൾ കൃത്യമായിട്ട് ഇതൊന്ന് പഠിക്കുക. ഇനി ഇതിന്റെ തന്നെ ഹാലജനേഷൻ വേറൊരു കേസിലും വരുന്നുണ്ട്. ബെൻസീനിലേക്ക് ക്ലോറിനെ നമ്മൾ ലൂയിസ് ആസിഡ് എന്ന് പറയുന്ന പ്രസൻസിൽ, അതായത് ഫെറിക് ക്ലോറൈഡോ അലുമിനിയം ക്ലോറൈഡോ അല്ലെങ്കിൽ FeBr3 ഫെറിക് ബ്രോമൈഡിന്റെ ഒക്കെ പ്രസൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുക.
നമ്മൾ സൺലൈറ്റിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്താൽ BHC കിട്ടുമെന്ന് പറഞ്ഞു. നേരെ മറിച്ച് ലൂയിസ് ആസിഡിന്റെ ഹാലജൻ കാരിയർ ആയിട്ടുള്ള ലൂയിസ് ആസിഡിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ക്ലോറോ ബെൻസീനോ അല്ലെങ്കിൽ ഫെറിക്ലോറൈഡ്, അലുമിനിയം ക്ലോറൈഡ്, ഇത്രയും പ്രസൻസ് ക്ലോറോ ബെൻസീൻ കിട്ടുന്നു. മറിച്ച് BR2 ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നു, ഇതേ റിയേജന്റും ആണെങ്കിൽ നമുക്ക് ബ്രോമോ ബെൻസീൻ കിട്ടുന്നു. ബ്രോമോ ബെൻസീൻ കിട്ടുന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രോഡക്റ്റ് പ്രഡിക്ഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് മറക്കരുത്. കാരണം എന്താണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് പ്രഡിക്ഷൻ ചോദിക്കാൻ ഒരുപാട് സാധ്യത ഉള്ള ഒരു ഏരിയ ആണ് പ്രോഡക്റ്റ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു +1 ടെക്സ്റ്റിലെ ഓർഗാനിക്കിന്റെ സകല റിയാക്ഷൻസും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് സൾഫർ. സൾഫറിനെ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം? ഒരു കോമ്പൗണ്ടിൽ നിന്ന് എസ്റ്റിമേഷൻ ഓഫ് സൾഫർ എന്ന് പറയുന്ന പേരാണ് കാരിയസ് മെത്തേഡ്. ഈ മെത്തേഡിന്റെ പേര് ഓർത്തിരിക്കുക, കാരിയസ് മെത്തേഡ്. അപ്പോൾ ഒരു രാസവസ്തു അല്ലെങ്കിൽ രാസസംയുക്തം നിങ്ങളിലേക്ക് തന്നിട്ട് അതിൽ എത്ര സൾഫർ ഉണ്ട് എന്ന് ചോദിക്കാം. മറ്റു വീഡിയോയിൽ ഞാൻ കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഡിസ്കസ് ചെയ്തു. ഇതിൽ നമ്മൾ സൾഫർ ആണ്, പെർസെൻറ്റേജ് ഓഫ് സൾഫർ. അത് നമുക്ക് ഇക്വേഷൻ പഠിക്കണം കാണാതെ. 32 into A into 100 divided by 233 into W. അതിലെ A എന്ന് പറയുന്നത് മാസ് ഓഫ്, നമ്മൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് വെള്ളമാക്കിയിട്ടെടുത്തായിട്ടായിരുന്നു അല്ലെ. അതുപോലെ കാർബൺ കണ്ടുപിടിച്ചത് കാർബൺ ഡയോക്സൈഡ് ആയിട്ട്. അപ്പൊ ഇവിടെ സൾഫർ കണ്ടുപിടിക്കുന്നത് ബേരിയം സൾഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തായിട്ടാണ്. W എന്ന് പറയുന്നത് നമ്മുടെ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഉദാഹരണം പറയാം. 0.265 ഗ്രാം സംയുക്തം. കാരിയസ് മെത്തേഡ് പ്രകാരം അല്ലെങ്കിൽ കാരിയസ് പ്രക്രിയയിൽ 0.4216 ഗ്രാം ബേരിയം സൾഫേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ടെല്ലാം തരും, നമുക്ക് ആ ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അങ്ങനെയെങ്കിൽ അതിലെ സൾഫറിന്റെ പ്രസൻസ് കണ്ടുപിടിക്കുക. സൾഫറിന്റെ എമൗണ്ട്, പെർസെൻറ്റേജ് ഓഫ് സൾഫർ കാണാൻ 32 ഇൻറ്റു A ബേരിയം സൾഫേറ്റിന്റെ എമൗണ്ട് 0.4216 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 233 ഇൻറ്റു 0.265. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും 21.85% എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ കാരിയസ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. കാരിയസ് മെത്തേഡ് പ്രകാരം നമുക്ക് സൾഫറിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് ഹാലജൻ. പെർസെൻറ്റേജ് ഓഫ് ഹാലോജൻ. പെർസെൻറ്റേജ് ഓഫ് ഹാലോജൻ. എങ്ങനെയാണ് ഹാലജന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അറ്റോമിക മാസ് ഓഫ് ഹാലോജൻ ഇൻറ്റു A ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 108 പ്ലസ് അറ്റോമിക മാസ് ഹാലജന്റെ ഇൻറ്റു W. അതിൽ A എന്ന് പറയുന്നത് സിൽവർ ഹാലൈഡിന്റെ മാസാണ്. സിൽവർ ഹാലൈഡിന്റെ മാസാണ്. ദെൻ W ഓർഗാനിക് കോമ്പൗണ്ടിന്റെ വെയിറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം. 1.2 ഗ്രാം സംയുക്തം
0.9 ഗ്രാം സിൽവർ ബ്രോമൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, ബ്രോമൈഡ് ആണ് നമ്മുടെ ഹാലജൻ എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ബ്രോമിന്റെ അറ്റോമിക് നമ്പരും ഒക്കെ നമുക്കിത് വേണം. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, ബ്രോമിന്റെ അറ്റോമിക മാസ് 80 ആണ്. ഓക്കെ, ബാക്കിയെല്ലാം അറിയാലോ. അപ്പൊ പെർസെൻറ്റേജ് ഓഫ് ഹാലജൻ കണ്ടുപിടിക്കാൻ ബ്രോമിന്റെ അറ്റോമിക മാസ് ഇൻറ്റു എന്താണ് 0.9 ഗ്രാം ആണ് സിൽവർ ബ്രോമൈഡ്. സിൽവർ ബ്രോമൈഡിന്റെ മാസ് ഉണ്ട്. സോ 0.9 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 108 പ്ലസ് 80 ഇൻറ്റു എമൗണ്ട് ഓഫ് സാമ്പിൾ ഇൻറ്റു 1.2. നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് 80 ഇൻറ്റു 0.9 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 188 ഇൻറ്റു 1.2, ദാറ്റ് മീൻസ് 31.9% എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഹാലജൻ കണ്ടുപിടിക്കുന്നത്. ഈ മെത്തേഡിനും അറിയപ്പെടുന്ന പേര് കാരിയസ് മെത്തേഡ് എന്ന് തന്നെയാണ്. കാരിയസ് മെത്തേഡ്. ഓക്കെ, കാരിയസ് മെത്തേഡ് എന്നാണ് ഇതിനും അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മളുടെ +1 ഏരിയ ടോപ്പിക് ആണെങ്കിൽ പോലും ഇങ്ങനത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു സെക്ഷൻ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫോസ്ഫറസിനെയും കണ്ടുപിടിക്കാം. പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫറസ്. അപ്പോൾ നമ്മൾ കാർബൺ പഠിച്ചു, ഹൈഡ്രജൻ പഠിച്ചു, സൾഫർ പഠിച്ചു, ഹാലജൻ പഠിച്ചു. അടുത്തത് പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫറസ്. ഇക്വേഷൻ നോക്കാം. പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫറസിന്റെ 62 ഇൻറ്റു എ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 222 ഇൻറ്റു W. 222 ഇൻറ്റു W. നമുക്ക് നോക്കാം. ഇതില് W എന്ന് പറയുന്നത് ഓർഗാനിക സംയുക്തത്തിന്റെ വെയിറ്റ് ആണ്. ഓർഗാനിക സംയുക്തത്തിന്റെ വെയിറ്റ് ആണ്. എ എന്ന് പറയുന്നത് ഇവിടെ Mg2P2O7 ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതിന്റെ വെയിറ്റ് ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ Mg2P2O7 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഫോസ്ഫറസിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ മെത്തേഡും കൃത്യമായിട്ട് അറിയാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമുക്ക് ചോദിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഏരിയാസ് ഒക്കെ ഒന്ന് നോക്കിപ്പോവാ. ജൽദാൽസ് മെത്തേഡും അതുപോലെയുള്ള ഏരിയാസും എല്ലാം ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു കൺഫ്യൂഷൻ വരത്തില്ല. അതുകൊണ്ട് ആ ഏരിയാസ് ഒക്കെ നിങ്ങൾ എല്ലാവരും നോക്കിയിട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എന്താണ് നോമൻക്ലേച്ചർ ഒന്ന് നോക്കാം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോമൻക്ലേച്ചർ. ഓക്കെ, നോമൻക്ലേച്ചർ നമുക്ക് നോക്കാം. CH3, CH2, CH3, CH2, CH3, CH3. ഓക്കെ, നമുക്ക് നമ്പർ ഇടാം. നമ്പർ ഇടുമ്പോൾ ഓർക്കുക 1, 2, 3, 4, 5, 6 അങ്ങനെ ഒരു രീതിയിൽ നമ്പർ ഇടാം. അതല്ല എങ്കിൽ നമുക്ക് അടുത്ത രീതിയിൽ നമ്പർ ഇടാം. 1, 2, 3, 4, 5, 6. അപ്പൊ നമുക്ക് ബ്രാഞ്ചിങ്ങിന് ഏതൊക്കെ കിട്ടും? റോസ് കളർ രീതിയിലാണെങ്കിൽ നമുക്ക് ബ്രാഞ്ചിങ്ങിന് 2ഉം 4ഉം കിട്ടും. നേരെ ബ്ലൂ രീതിയിലാണെങ്കിൽ 3ഉം 6ഉം കിട്ടും. ഏറ്റവും ലോസ്റ്റ് രീതി എങ്ങനെയാണോ അതുപോലെ വേണം കിട്ടാൻ. സോ നമുക്ക് പിങ്ക് അല്ലെങ്കിൽ റോസ് കളറുടെ രീതിയാണ് ചൂസ് ചെയ്യേണ്ടത്. അതായത് സെക്കൻഡ് പൊസിഷനിൽ മീതയിലും അതുപോലെ 4ാമത്തെ പൊസിഷനിലും മീതയിൽ തന്നെയാണ്. സോ 2, 4,
ഡൈമീത്തൈൽ. എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്, സിംഗിൾ ബോണ്ടഡ് ആണ്. സോ 2,4-ഡൈമീത്തൈൽ ഹെക്സൈൻ എന്ന് നമുക്ക് ആൻസറിലേക്ക് കടക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള നോമൻ ക്ലേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അടുത്തത് നമുക്കൊന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. CH3, CH3, CH2, CH2, CH3, CH2, CH3. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് സൈഡ് ചെയിനിൽ വന്നിരിക്കുകയാണ്. 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് സൈഡ് ചെയിനിൽ വന്നിരിക്കുകയാണ്, മീതയിലും ഈതയിലും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്, ആൽഫബറ്റിക്കൽ ഓർഡർ പ്രിഫർ ചെയ്യുക. ഓക്കെ, ആൽഫബറ്റിക്കൽ ഓർഡർ പ്രിഫർ ചെയ്യുക. ലോവസ്റ്റ് നമ്പറിംഗ് നമുക്ക് നോക്കണം. എന്താണ്, അപ്പൊ ആദ്യമേ ഇവിടെ മീതയിലും ഉണ്ട് ഈതയിലും ഉണ്ട്. അപ്പൊ ആദ്യമേ ഈതയിലാണ് വരേണ്ടത്. സോ നമുക്ക് നമ്മൾ നമ്പറിംഗ് നോക്കാം. 1, 2, 3, 4, 5, 6 ഒരു രീതി. അല്ലെങ്കിൽ അടുത്ത രീതി 1, 2, 3, 4, 5, 6. നമ്മൾ പിങ്ക് രീതിയിൽ പോയാൽ നമുക്ക് 2-ലും 4-ലും വരും. നേരെ മറിച്ച് ബ്ലാക്ക് രീതിയിൽ പോയാൽ 3-ലും 5-ലും ആണ് വരുന്നത്. സോ ഏറ്റവും ലോവർ നമ്പറിങ് കിട്ടണമെങ്കിൽ ആ പിങ്ക് കളറിലെ രീതി എടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യമേ പറയേണ്ടത് ഇ ആണ്. സോ 4 ഈതൈൽ ഹൈഫൺ 2 ഹൈഫൺ മീതൈൽ 2 മീതൈൽ. എത്ര കാർബൺ ഉണ്ട്? സോ ഹെക്സൈൻ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെയൊക്കെയുള്ള നോമൻ ക്ലേച്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു മോഡ്യൂളിന്. സോ നിങ്ങൾ നോമൻ ക്ലേച്ചറിനും അതേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് CH ട്രിപ്പിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH3. ഓക്കെ, നമുക്ക് എന്താണ്, നമുക്ക് ഇതിന്റെ പേര് നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ട് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈനും ഐനും ഉണ്ടെങ്കിൽ ഡബിൾ ബോണ്ടിനായിരിക്കണം ഏറ്റവും പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് നമ്പറിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. 1, 2, 3, 4, 5. സോ 5 കാർബൺ ഉള്ള സിസ്റ്റമാണ്. സോ പെന്റ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, പെന്റ്. പക്ഷെ നമുക്ക് നമ്പറിൽ ഡബിൾ ബോണ്ട് ഡിഫറൻസ് കൊടുക്കുമെങ്കിലും ട്രിപ്പിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ഉണ്ടെങ്കിൽ അത് അയൺ കോമ്പൗണ്ട് ആയിരിക്കും, അതായത് ആൽക്കൈൻ കോമ്പൗണ്ട് ആയിരിക്കും. പക്ഷെ നമ്മൾ ലോവസ്റ്റ് നമ്പറിൽ ഡബിൾ ബോണ്ടിന് കൊടുക്കുന്നു. സോ പെന്റ് എവിടെയാണ്? പെന്റ് 1, 2, 3. 2 2 4 wine 4 iron. ഓക്കെ, പെന്റ് 2 CH ട്രിപ്പിൾ ബോണ്ട് CH2 ഉണ്ട്, CH2 സോറി CH ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് CH2 CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, 1, 2, 3, 4, 5. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഇപ്പോൾ ഇവിടെ 1-ലാണ് അല്ലേ. സോ പെന്റ് 1
4YNE. നേരത്തെ പോലെ ആണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലാണെങ്കിൽ പെൻഡ് 2 വരും, 2Y എന്ന് വരും. ഓക്കെ, സോ നമുക്ക് ഇത്തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതൊന്ന് ശ്രദ്ധിച്ചു കൂട്ടി ഒന്ന് ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്പറിങ് ചെയ്യുക. 1, 2, 3. 1 3 ഡൈ മീഥൈൽ സൈക്ലിക് കോമ്പൗണ്ട് ആണെങ്കിൽ സൈക്ലോ ചേർത്ത് എഴുതുക, സൈക്ലോ പെൻറ്റെയിൻ. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. പക്ഷെ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ആ സൈക്ലോ ആണ് ആ കാര്യങ്ങൾ ചേർക്കാനും നമ്പറിങ് ചെയ്യാനും. ഇപ്പം ഈ 1, 2, 3, 4 ഇങ്ങനെയും നമ്പർ ചെയ്യാമായിരുന്നു. പക്ഷെ എന്താണ്, ഇപ്പോൾ 4ലേക്കാണ് പോകുന്നത്. പക്ഷെ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് നമ്പർ ചെയ്താൽ കുറച്ചുകൂടെ ലോവസ്റ്റ് കിട്ടും. അപ്പോൾ അത്തരത്തിൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ ഒന്ന് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ CH3, CH2, CH2, CH3, CH3, CH2, CH3, CH2, CH3. ഓക്കെ, നമ്പർ ചെയ്യാണ്. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6 ആണ് വരുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് രീതിയിൽ തന്നെ നമുക്ക് നമ്പറിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ എങ്ങനെ വരും പേര്? 3, 5, 5 ട്രൈ മീഥൈൽ 8 അല്ലേ, ഒക്ടെയ്ൻ എന്ന് വരും. സോ നോമൻക്ലേച്ചറും PSCയുടെ ഒരു ഇഷ്ടഭാഗമാണ്. HSയെ സംബന്ധിച്ചിടത്തോളം നോമൻക്ലേച്ചർ വരാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇത്രയും ഏരിയാസ് ഈ 2 മൊഡ്യൂളിൽ നിന്നും നോക്കുക. ഓക്കെ, താങ്ക് യു.